കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അതായത് നമ്മൾ ഓണത്തിന് കുറച്ച് സാധനങ്ങൾ ഡ്രസ്സുകൾ മേടിച്ചിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു ഇങ്ങനെ ഓണത്തിന് മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുക എന്നുള്ളത്. എനിക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെ. എനിക്കത് അങ്ങനെ റോഡിൽ വെച്ച് കൂടി പോയപ്പോൾ ഡിസ്പ്ലേ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അത് എടുത്തത്. അപ്പോൾ എനിക്ക് എടുക്കുന്നില്ല, ഏട്ടനും പിള്ളേർക്കും കൂടി എടുക്കാനാണ്. എനിക്ക് ഓൾറെഡി നേരത്തെ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നമുക്ക് പോകാട്ടോ എന്ന് പറയണത്. അപ്പോൾ എൻ്റെ കുളിയെല്ലാം നേരത്തെ കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഉച്ചയ്ക്ക് ആവും വരിക എന്നുള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് പോയിട്ട് നമ്മൾ വൈകിട്ടാവും എത്തുക എന്നുള്ളത് എനിക്കറിയാം. കാരണം നമുക്ക് 1-2 കടയിൽ നിന്നും കയറിയാൽ മതിയാവില്ല, അങ്ങനെയാണ് പൊതുവെ. പക്ഷെ ഇത്തവണ 2 കടയിൽ കയറിയപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടി. അപ്പോൾ അതുകൊണ്ട് കറിയൊക്കെ വെച്ചിട്ട് വേണം പോകാൻ. വന്നു കഴിഞ്ഞ് സത്യം പറഞ്ഞ രാവിലത്തെ എൻ്റെ ഒരു ചിന്തപ്പാട് ഇങ്ങനെയായിരുന്നു, ഉച്ചക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും കഴിക്കുക. ഉച്ചക്ക് ഇറങ്ങാനാണല്ലോ പറഞ്ഞത്, അപ്പോൾ പുറത്തുനിന്ന് കഴിക്കാം. അതിനുശേഷം രാത്രി വന്നിട്ട് പിന്നെ വെച്ചിട്ടുള്ള ചോറും കറിയും കൂട്ടി നമുക്ക് കഴിക്കാം. അങ്ങനെ കൊടുത്തിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒതുക്കുകയൊക്കെ ചെയ്യണത്. പക്ഷേ പരിപാടികളെല്ലാം മാറിയിട്ട് വിചാരിച്ച സമയത്ത് 1 മണിക്കൊന്നും ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. എന്തോ വേറെ കസ്റ്റമർ വിസിറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വായൊന്നും ധൃതി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ആളുടെ ജോലി കഴിയാണ്ട് വന്നിട്ട് നമുക്ക് ടെൻഷനായിരിക്കും ഭയങ്കര. അപ്പോൾ ഫോൺ കോൾ വരലും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ പക്ഷേ ഉച്ച വരെ എൻ്റെ ഒരു പ്ലാൻ ഇതായിരുന്നു, ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കുമായിരിക്കും, വൈകിട്ട് വരുമ്പോഴത്തേന് രാത്രി ചോറുണ്ടാൽ മതിയല്ലോ, ഇവിടെ വെച്ചിട്ട് പോകാമെന്നായിരുന്നു. പക്ഷേ അങ്ങനെ കറി വെച്ചത് കൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനായി. അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചുങ്ങൾക്ക് വല്ല മുട്ട വറുത്തോ അല്ലെങ്കിൽ അച്ചാറൊക്കെ കൂട്ടി കൊടുക്കേണ്ടി വന്നത്. അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞു. ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു, അത് തിളപ്പിച്ചടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പം ഞാൻ കടയിൽ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. നമുക്ക് മാർക്കറ്റിൽ പോയി ഇച്ചിരി മീൻ മേടിച്ചിട്ട് നമുക്ക് ഓണത്തിന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ കറി വെച്ചിട്ട് വേണം പോകാൻ. ഉച്ചയ്ക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കുമായിരിക്കും. വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് കറി വേണ്ടേ, അപ്പൊ കറി വെച്ചിട്ട് വേണം പോവാൻ. നമുക്ക് തീ കുറച്ച് വെക്കാതെ കൊന്നോ, വരുമ്പത്തേനും തിളച്ചിട്ടുണ്ടാവും. ജനലടക്കട്ടെ, പൂച്ച അടക്കട്ടെ. എന്റെ അമ്മയെ ഭയങ്കര പൊക്കോണോണ്ടേ കയ്യൊന്നും എത്തൂല. ഒരു കൊച്ചെന്നോട് ചോദിച്ചേ, ഇതിന്റെ ഹെയർ കെയർ ടിപ്പ് ഒന്ന് പറഞ്ഞു തരുമോ? അപ്പൊ നമ്മള് ഒരു കാച്ചി എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാട്ടോ. അപ്പൊ അത് ഇച്ചിരി പച്ചമരുന്നൊക്കെ പറിക്കണം, കുറച്ച് പറമ്പിലൊക്കെ പോയി പറിക്കണം. അപ്പൊ ഈ ഓണത്തിന്റെ തിരക്കൊന്ന് കഴിയട്ടെ. എടാ കൈക്കൂടി ചീത്തല്ലേ മഞ്ഞ, ഓണത്തിന്റെ തിരക്കൊന്ന് കഴിയട്ടെ. എന്തോ പോവാ. അപ്പൊ ചോറ് അവിടെ അടുത്തുള്ള മാർക്കറ്റിലെ പോണം, ഇരുട്ടായല്ലേ, അപ്പൊ പോവാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ റെഡിയായി പോവാൻ കേട്ടോ. ഞാനും പിള്ളേരും കൂടിയാണ് പോണത്. അപ്പം മീൻ മേടിച്ച് കറി വെച്ച് വെച്ചേക്കാം, ചോറും വേവിച്ച് വെച്ചേക്കാം. അപ്പം പിന്നെ വൈകിട്ട് വന്നിട്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഓർത്തിട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ വീടൊക്കെ താഴിട്ട് പൂട്ടിയൊന്നും വേണ്ട, കഞ്ഞി അടുപ്പത്തിട്ടിട്ടുണ്ട്, ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, ജനൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ കാറ്റൊന്നും വന്ന് ഫ്ലെയിം ഓഫായി പോകുന്നുള്ള പേടിയോ ടെൻഷനോ ഒന്നുമില്ല. അടുത്തുള്ള മാർക്കറ്റിൽ വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പോയിട്ട് മീൻ വെട്ടാനെടുക്കുന്ന സമയം, അവിടെ നിന്ന് ഇവിടം വരെ പോയി വരാനെടുക്കുന്ന സമയം മാത്രം മതി, പെട്ടെന്ന് എത്തും. 5 മിനിറ്റ് പോലും ഇല്ല. അയ്യോ, അപ്പൊ ജോക്കൂട്ടൻ എന്തോ ഒരു കാര്യം കാണാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ എന്നെ. അവൻ എന്തോ അവിടെ ഒരു ബോർഡ് ഉണ്ട്, ഞാൻ ട്യൂഷൻ എടുക്കുന്നിടത്ത്. അപ്പൊ വീടൊക്കെ പൂട്ടി പോവാണ്. ക്യാമറ വുമൺ എൻ്റെ മോളൂട്ടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു മതിയുടെ വീഡിയോ ഒന്നും വേണ്ട, അപ്പോൾ എപ്പോഴും അമ്മ അകത്തുള്ള കാര്യങ്ങൾ നമ്മുടെ വീടിന് ചുറ്റും നമ്മുടെ അടുത്തുള്ള കടയൊക്കെ ഒന്ന് കാണിക്കാമോ എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ നിന്നാണ് നമ്മൾ പലചരക്ക് സാധനങ്ങൾ ഇച്ചിരിയൊക്കെ മേടിക്കണത് കേട്ടോ. എല്ലാം ഒന്നിച്ചെല്ലാം മേടിക്കണം. നമ്മളത് മറ്റേ ഇതില്ലേ, നമ്മുടെ സപ്ലൈക്കോന്നാണ് കൂടുതൽ സാധനങ്ങൾ എടുക്കണം. എനിക്ക് അതിന് മാർജിൻ ഫ്രീ പോയിട്ട് എടുക്കും. അത്യാവശ്യം നമ്മൾ തീരുമ്പോൾ ഓടിപ്പോയി മേടിക്കേണ്ടത് അവിടെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കൂടുതൽ മേടിക്കണത് അവിടെ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ്, അവിടെ നിന്ന് മേടിക്കും. പിന്നെ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കും, സപ്ലൈക്കോയിൽ നിന്ന് മേടിക്കും. അപ്പോൾ മീൻ അവിടെ വെട്ടാൻ ഏൽപ്പിച്ചിട്ട് പച്ചമുളക്, ഇഞ്ചി, വേപ്പിലയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കണം. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പച്ചക്കറി കട. ഈ റോഡ് ക്രോസ് ചെയ്ത് ഇറങ്ങി നേരെ ചെല്ലുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞോൻ ചേട്ടൻ്റെ പച്ചക്കറി കടയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ എപ്പോഴും പച്ചക്കറി മേടിക്കുന്നത്. വേറെ ഷോപ്പൊക്കെ ഉണ്ട് അടുത്ത് തന്നെ. ഏട്ടനടക്കം അവിടെ നിന്ന് മേടിക്കും, ഞാൻ സ്ഥിരം ഇവിടെ നിന്നാണ് മേടിക്കുക. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പച്ചമുളക്, ഇഞ്ചി, വേപ്പിലൊക്കെ മേടിക്കുകയാണ്. ജോക്കൂട്ടിന് അതിനിടക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ് കേട്ടോ. എൻ്റെ മോളാകുമ്പോൾ സൂക്ഷിച്ച് ചെയ്യും.
കാരണം എൻ്റെ കൂടെ തന്നെ എൻ്റെ കയ്യെത്തും ദൂരത്ത് നടന്ന് അവൾ കാര്യങ്ങൾ ചെയ്യും. ഇവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്താൽ പിന്നെ തീർന്നു, ഡിം. ഫോണും ഡിമ്മും എൻ്റെ ചാനലും ഡിമ്മാണ്. ഫോൺ പോയാൽ ചാനലും പോയില്ലേ. അപ്പോൾ അങ്ങനെ മീനൊക്കെ മേടിച്ചിട്ട്, പച്ചക്കറി മേടിച്ച് നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് തിരിച്ചു വരികയാണ്. മീൻ വെട്ടിയത് മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറക്കമൊക്കെ ഇറങ്ങിയത് വീട്ടിലേക്ക് നടന്ന് വീട്ടിലേക്ക് കയറുകയാണ്. അധികം ദൂരമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് എത്തും. അപ്പോൾ പക്ഷേ വെളുത്തുള്ളി മേടിക്കണമായിരുന്നു, ഞാൻ മറന്നുപോയി കേട്ടോ. പക്ഷേ വെളുത്തുള്ളി നമുക്കിന്ന് ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിറ്റേ ദിവസം രാവിലെയാണ് മേടിച്ചത്. അപ്പോൾ മീൻ മേടിച്ചത് പ്രാഞ്ഞിലെന്ന് പറയുന്നൊരു മീനാണ് നമ്മൾ മേടിച്ചത്. 1/2 കിലോയാണ്. 4 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ, 4 5 ഉണ്ടായിരുന്നുള്ളൂ. 4 എണ്ണം അല്ലേ ഇത്? 4 എണ്ണം. വലുതാണ് പുള്ളിക്കാരൻ തന്നത്. എൻ്റെ കൂട്ടുകാരത്തിൻ്റെ അച്ഛനാണ് കേട്ടോ അത് മീനൊക്കെ എടുത്ത് തന്നത്. അച്ഛൻ്റെ കടയാണത്, രവിയച്ഛൻ്റെ കടയാണത്. അപ്പോൾ അങ്ങനെ ഞാൻ മീനൊക്കെ ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ വാച്ച് അയച്ച് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. എൻ്റെ മുളപ്പം ആ നേരത്തെ പച്ചമുളകും ഇഞ്ചിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ വെറുതെ അവൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി അവനെ ക്യാമറാമാനായിട്ട് ഇരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. അവന് വെറുതെ ഇരിക്കാനാവില്ല, അവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഞാൻ മീനൊക്കെ നന്നായിട്ട് ഒന്നുകൂടെ ചെതുമ്പലൊക്കെ കളഞ്ഞെടുക്കുകയാണ്. അവരെത്ര ക്ലീനാക്കി തന്നാലും എനിക്കൊന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ തൃപ്തിയാവില്ല. കാരണം നമ്മൾ ഈ മീൻ വറുക്കുമ്പോഴാണെങ്കിലും കറി വെക്കുമ്പോഴാണെങ്കിലും ചൂട് തട്ടി കഴിയുമ്പോൾ ചെതുമ്പൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും. എന്നെ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എണ്ണീറ്റ് വെക്കും. പ്രത്യേകിച്ച് വറുത്ത് കഴിയുമ്പോൾ. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലല്ലോ, ഞാനിങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ നന്നായിട്ട് ഉള്ളൊക്കെ കഴുകിയിട്ട് മുളക് പുരട്ടി ഞാൻ വെക്കും. ഇത് വറുത്ത് കഴിയുമ്പോഴായിരിക്കും ഓരോ സൈഡിൽ നിന്നൊക്കെ ചെതുമ്പൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. 1-2 വട്ടം അങ്ങനെ ആയപ്പോഴത്തേന് പിന്നെ ഞാൻ കൊണ്ടുവന്ന് നന്നായിട്ട് ഞാൻ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊക്കെ ഒന്ന് കഴുകി കത്തി കൊണ്ടൊക്കെ ഒന്ന് വരഞ്ഞും ഉരച്ചൊക്കെ എടുത്ത ശേഷം മാത്രമേ ഞാൻ കറിയും വറവലൊക്കെ ആക്കത്തുള്ളൂ. അപ്പം ഞാൻ ആദ്യം ഞാൻ ഓർത്ത് 3 കഷ്ണമായിട്ട് മുറിക്കണോ എന്ന് ഓർത്ത്, പിന്നെ വേണ്ടാന്ന് കരുതി. ഇവിടെ വന്ന സമയത്ത് 3 കഷ്ണമായിട്ട് കുഞ്ഞിച്ചാളയൊക്കെ മുറിച്ച് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് വന്ന സമയത്തുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതാണ് എങ്ങനെ ചിലവാക്കണം, എന്ത് ചെയ്യണം എന്നറിയാൻ പാടാത്ത കുറച്ച് ഒരു കാലമുണ്ട് നമുക്ക് ലൈഫ് ഒറ്റയ്ക്ക് തുടങ്ങുമ്പോൾ. അതായത് നമ്മളൊരു കുടുംബമായിട്ട് ഒറ്റയ്ക്ക് തുടങ്ങുമ്പോൾ അപ്പൻ്റെ അമ്മയുടെയും കയ്യിൽ ജീവിക്കുന്ന പോലെ അല്ലല്ലോ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ. അപ്പോൾ ആ സമയത്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മീനൊക്കെ മുറിച്ച് കറി വെച്ചിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും. കാരണം നമ്മളെല്ലാവരും ഒത്തിരി നീക്കിയിരിപ്പുള്ള ആൾക്കാരല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത്രയ്ക്ക് വലിയതല്ല എന്ന് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ സാധാരണക്കാരെ പോലുള്ള ആൾക്കാർ തന്നെയാണ് എൻ്റെ വ്ളോഗ് കാണുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എൻ്റെ മക്കൾ 2 പേരും കൂടി പുറകിൽ പോയിട്ട് ചെമ്മീൻപുളിയൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ട്. മീൻ കറിയിലിട്ട് വെക്കുക. 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെമ്മീൻപുളി ഇട്ട് വെച്ച മീൻ കറി ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ കൂടി കയറാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. കാരണം ചിലവന്നാക്കെങ്ങാനും കൊണ്ട് കാല് മുറിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അവർ പോണവരേക്കും ഇതുവഴിയല്ല കയറണമെന്ന് അറിയുന്നാൾ ഞാൻ പോണവരേക്കും ഞാൻ ആ ചിരവന്നാക്ക അങ്ങനെ പൊത്തി പിടിച്ചിരിക്കും. ബാക്കിയുള്ള തേങ്ങയും കൂടി ചിരണ്ടി എടുക്കുകയാണ്. അതൊക്കെ തേങ്ങയും മുളക് അരച്ചിട്ടാണ് കേട്ടോ ഞാൻ വെക്കുക. കാരണം പ്രാഞ്ഞിലൊക്കെ തിളപ്പിക്കുന്നതിനേലും ടേസ്റ്റ് ഒന്നുകിൽ വറുക്കണം. വറുത്താൽ പിന്നെ നമുക്ക് വേറെ ചാറ് കറി ഇപ്പോൾ വേറെ വെക്കണം. മീൻ കറി വെക്കുകയാണെങ്കിൽ പിന്നെ വിഷയമില്ല, കറിയും കൂട്ടി കഴിച്ചോളും. പിന്നെ എന്തെങ്കിലും ഒരു മുട്ട വറുത്തതോ ഇത്തിരി അച്ചാറോ സൈഡായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വിഷയമില്ല. അപ്പോൾ നമ്മൾ അവിടെ എനിക്ക് കുറച്ച് ആവശ്യമുള്ള പച്ചമുളക് ഇഞ്ചിയൊക്കെ റെഡിയാക്കി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അരപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. തേങ്ങയിൽ കുറച്ച് മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് അവിടെ അരക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലേക്കിട്ട് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചെമ്മീൻപുളി ഇങ്ങനെയാണ് കേട്ടോ മീൻ കറിയിൽ അരിഞ്ഞിടുക. എന്നോട് ഏതൊരു കുട്ടി കമൻറ്റിൽ പറഞ്ഞു വട്ടത്തിൽ അരിഞ്ഞിട്ടാൽ കുഴപ്പമുണ്ടോ. വട്ടത്തിൽ അരിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല, എങ്ങനെ ഇട്ടാലും കറി ആവുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒരു മെന വേണ്ടേടാ. അപ്പോൾ അതുകൊണ്ട് നീളത്തിലാണ് അരിഞ്ഞിട്ടത്. വെള്ളം കുറച്ചാണ് ഞാൻ എപ്പോഴും അരച്ചെടുക്കുക. വെള്ളം കൂടിപ്പോയാൽ വെറുതെ മിക്സിയിൽ കിടന്ന് ഓടുന്നേ ഉള്ളൂ. എന്നിട്ട് രണ്ടാമത് 1-2 ഗ്ലാസ് വെള്ളം കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് ഒഴിക്കും. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, വേപ്പില ഇത്ര ഇടുക, പിന്നെ പുളി ഇടുക, ഉപ്പിടുക. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഏറ്റവും അവസാനം ഞാൻ നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടി ചതച്ചതിട്ട് കൊടുക്കുക. ചെറിയുള്ളി കുറച്ച് മതി കേട്ടോ, കുറേയൊന്നും വേണ്ട. പക്ഷേ എനിക്ക് ഇത്തിരി കൂടി വലിയ ചട്ടി എടുക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. പക്ഷെ അത് കറക്റ്റായിരുന്നു. കറി കറക്റ്റായിട്ട് നിൽക്കുന്ന ഭാഗത്തിനായിരുന്നു ചട്ടി ഇരിക്കേണ്ടായിരുന്നത്, അല്ല ചട്ടിയിൽ അരപ്പ് ഇരിക്കേണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ വൃത്തികേടാക്കിയ സ്ഥലമൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ചെമ്മീൻപുളിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ കഴുകി വാരി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഞാൻ സിങ്കിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ സിങ്ക് ഒരു അക്ഷയ പാത്രമാണല്ലേ, നിറഞ്ഞിങ്ങനെ എവിടുന്നാ ഇങ്ങനെ പാത്രങ്ങൾ വന്നേന്ന് അറിയാൻ പാടില്ല. അതുമല്ല എനിക്കൊക്കെ എവിടെ പോകണമെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ജോലികൾ
സർവ്വ പണിയും ചെയ്ത് തീർത്തിട്ട് പോയാൽ എനിക്ക് സമാധാനമുള്ളൂ. സത്യം, ഞാൻ വെറുതെ എനിക്ക് തിരിച്ചു വരുമ്പോൾ വീട് നല്ല മെനക്ക് കിടക്കണം, അതാണ് ഒരു തൃപ്തി. മിക്ക വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അലമ്പായി കിടക്കുന്ന വീട്ടിലേക്ക് വന്ന് കയറുക തന്നെ പ്രാന്താണ്. പ്രത്യേകിച്ച് ഈ കട്ടിൻ്റെ പുറത്തൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് ദേഷ്യം വരും. കാരണം നമ്മൾ തിരിച്ച് ചിലപ്പോൾ ഒന്ന് കിടന്നാൽ മതി എന്ന് ഓർത്തിട്ടായിരിക്കും നമ്മൾ വരിക. പക്ഷെ അപ്പത്തെ പിള്ളേര് വന്ന് പരാതിയൊക്കെ പറയാണ്. കോട്ടാൽമാരി തന്നെ ഉണ്ട്. ശരി, അത് നോക്ക്, എണ്ട അതിൻ്റെ അകത്ത് ഞാൻ അവിടെ മടക്കി തന്നെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റേ വലിയ അലമാരിയിലുണ്ടാവും. കുളം വെക്കരുത്, താഴത്ത് നീണ്ട ഷെൽഫില്ലേ അതിലുണ്ടാവും. നോക്ക്, വച്ചു വരയിടരുതട്ടാ. ആ, അപ്പം ഞാൻ എന്താ മീൻകറിക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ പുട്ടിന് ബാക്കി ഉണ്ടായിരുന്ന പരിപ്പ് കറിയാണ് കേട്ടോ. പുട്ടിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന പരിപ്പ് കറിയാണ്. അപ്പം ഞാൻ വൃത്തിയാക്കിയിടുന്ന കാര്യമാണ് പറഞ്ഞത്. അടുക്കളയാണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും വൃത്തിയാക്കിയിട്ട് പോവുക. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ, എനിക്ക് അതാണ് തൃപ്തി. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ എന്താ കുറച്ച് ദിവസമായിട്ട് പച്ചക്കറി തന്നെയാണല്ലോ, നമ്മൾ ഓണം സീരീസ് ഒക്കെ ചെയ്ത് പച്ചക്കറി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായി ഓണം സീരീസ് ഇട്ടിട്ട് ഞാൻ അപ്പോൾ നാളെ എന്തായാലും ഇടാം കേട്ടോ. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മീനൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് വേപ്പൽ ഒഴിച്ചു, എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി. ഒന്നത് ഈ പ്രാഞ്ഞൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി മാംസമുള്ളൊരു മീനാണ്. നന്നായിട്ട് നമുക്കിന്ന് കിള്ളി കഴിക്കാനുണ്ടാവും. അപ്പം ഞാൻ എന്താ വേഗം റെഡിയാക്കാണ്, പുറത്തുപോയി ഫുഡ് കഴിക്കാം എന്നുള്ള ഒരു ആവേശത്തിൽ റെഡിയാവാണ് കേട്ടോ. പക്ഷെ മക്കളെയൊക്കെ റെഡിയാക്കി അതപ്പം ഞാൻ എന്താ ഡ്രസ്സൊക്കെ മാറി ഇനി പെട്ടെന്ന് വരുമല്ലോ, പോകാമല്ലോ. അപ്പോൾ ഇത് 1:30 ഇപ്പോൾ കോള് വന്നു, ഇപ്പം ഇറങ്ങാൻ പറ്റില്ല കേട്ടോ മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇരുന്നാൽ പോസ്റ്റ് ആവും. അപ്പം ഞാൻ കരുതി ഒരു പ്ലേറ്റിൽ ചോറ് എടുത്തിട്ട് ഇനിയിപ്പോൾ എങ്ങാനും വന്ന കുറച്ച് വയറ് നമുക്ക് നിറച്ച് വെക്കാമല്ലോ, ബാക്കി ഇനിയിപ്പോൾ കഴിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലാ പറയണ പോലെ. അപ്പോൾ അതാ ഞാൻ 2 പേർക്കും അപ്പോൾ ജോക്കുട്ടിന് വിഷമായിട്ടോ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചിരുന്നിട്ട് ഈ അമ്മയുടെ മീൻകറിയും കൂട്ടി ചോറ് തിന്നേണ്ടി വന്നല്ലോ എന്നുള്ള സങ്കടത്തിൽ അവൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡ്രസ്സിലാകുമെന്ന് എനിക്ക് പേടി. അപ്പോൾ ഞാൻ നോക്കിയാണ് ഞാൻ വാരി കൊടുക്കണത്. അതേ പാത്രത്തിൽ നിന്ന് തന്നെയാണ് ഞാനും കഴിക്കണത്. തലേ ദിവസത്തെ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, രാവിലത്തെ പുട്ടിൻ്റെ പരിപ്പ് കറി, പിന്നെ നമ്മുടെ ഈ മീൻകറി, ഇതൊക്കെ കൂട്ടിക്കൊഴിച്ച് ഞാൻ ചോറ് കൊടുക്കുകയാണ്. രാവിലെ അലക്കാനൊക്കെ ഉണ്ടായിട്ടോ, അതൊക്കെ അലക്കിയൊക്കെ ഇട്ടു, അടിച്ചും തുടച്ചൊക്കെ ഇട്ടു. വീട്ടിലെ അത്യാവശ്യം ജോലികളെല്ലാം ഓൾമോസ്റ്റ് തീർത്തിട്ടാണ് പോയത്. കാരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കാണ്. അപ്പോൾ നമ്മളെ കൊണ്ടൊന്നും അങ്ങനെ അവശതയായി കഴിഞ്ഞിട്ടും ചെയ്യാന്ന് വെച്ചാൽ അർണോൾഡൊന്നും അല്ലല്ലോ, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അപ്പം ഞാൻ അതുകൊണ്ട് എല്ലാം തീർത്തിട്ടാണ് പോയത്. അപ്പം ഞങ്ങളിതാ പോകാണ്. മഴ ഉള്ളത് കൊണ്ട് കാറിനാണ് പോണത്. എപ്പോൾ മഴ പെയ്യുമെന്ന് പറയാൻ പറ്റില്ല. മഴ വരും പോകും ഇത് തന്നെയാണ് കുറച്ച് നാളായിട്ടുള്ള ഒരു കാലാവസ്ഥ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് കാറിന് പോകാട്ടാന്ന് പറഞ്ഞപ്പോൾ ഏട്ടനും സന്തോഷം. അപ്പം അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഇവിടെ കാട് പിടിച്ചെടുത്തിട്ട് ബോർഡ് കണ്ടിട്ടില്ലത്. ഇവിടെയൊക്കെ പെട്ടുപാടെ ഉണ്ട്, പക്ഷെ ഇതിൽ നല്ല കളക്ഷൻ ഉണ്ടാവും എറണാകുളത്ത്. ഇതാണ് ഞങ്ങളുടെ സ്ഥിരം പൂക്കട. ഇപ്പൊ പണ്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നേരത്തെ ഇല്ല കേട്ടാ. ഇത് വേറൊരു പൂക്കട, പിന്നെ അമ്പലത്തിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ വേറൊരു പൂക്കട. ഇപ്പൊ ഞങ്ങൾക്ക് 3 പൂക്കടയുണ്ട്. പൂവിനൊക്കെ ഭയങ്കര വിലയാണോ അവനേട്ടാ? ഞാൻ മീഷോയിലേ ഇപ്പൊ അവിടെ കണ്ടപ്പോഴും ഓർത്ത് ഒരു മഞ്ഞ കളറിലൊരു മറ്റേ തൂക്കിയിടുന്ന പൂക്കളില്ലുണ്ട്, ജമന്തി പോലത്തെ പ്ലാസ്റ്റിക്കിന്റെ. അത് ഓർഡർ ചെയ്തിട്ട് ഇത്ര ദിവസമായിട്ടും വന്നിട്ടില്ല. 10-ാം തീയതി വരുന്നതാണ്. അപ്പൊ ഷിപ്പിടുന്ന എഴുതി കാണിച്ചേക്കണത്. സാധാരണ 10-ാം തീയതി കാണിച്ച 5-ാം തീയതി എത്താറുണ്ട് ബാക്കി എല്ലാ സാധനങ്ങളും. ആണോ? മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത എൻ്റെ ഒരു സാധനം വന്നിട്ടില്ല. അപ്പം ഞാൻ അതൊക്കെ സങ്കടം പറഞ്ഞ് പോവാണ്. അപ്പോൾ പോണ വഴി ഏട്ടൻ പറഞ്ഞ എന്തായാലും എന്നെ കാത്തിരുന്ന് നിങ്ങൾ പോസ്റ്റ് ആയതല്ലേ, നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ പച്ചാളം വോക്ക് വേണം. അവിടെ ഇതേപോലെയുള്ള കുറേ കുട്ടി ഷോപ്പുകളുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിൽ കുറേ സ്നാക്സുകൾ കിട്ടും. ഈ കലത്തപ്പം, കോഴിക്കോടൻ സമൂസയോ അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ, പിന്നെ ഉന്നക്കായ, അതൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ പഴംപൊരിയുടെ ആൾക്കാരായതുകൊണ്ട് നമ്മൾ പഴംപൊരി മേടിച്ചു. ഏട്ടനൊരു ഉന്നക്കായ, പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു അവിടെ, കുഞ്ഞു മുട്ടയില്ലേ, കാടമുട്ട,
കാടമുട്ട മസാല. അപ്പോൾ അതാ നല്ല അടിച്ച ചായ പറഞ്ഞു. പക്ഷെ മധുരം കുറവായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എനിക്ക് ഇച്ചിരി കൂടി മധുരം ഇട്ടായോ എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി കൂടി മധുരമൊക്കെ ഇട്ട് തന്ന് രണ്ടാമത് ഞങ്ങൾ മധുരമൊക്കെ ഇട്ട് സെറ്റാക്കി ചായ കുടിച്ചു. ജോക്കൂട്ടിൻ്റെ പിന്നെ പാൽ ചായ കുടിച്ചില്ല കേട്ടോ. അവന് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അവൻ ഒരിക്കലും കാണിക്കാത്തൊരു പരിപാടി ഇവിടെ വെച്ച് കാണിച്ചു. കാരണം എനിക്ക് സന്തോഷമായി അത്. കാരണം നല്ലതാണ്. നമ്മൾ ആ കാടമുട്ടയുടെ കാര്യം പറഞ്ഞില്ലേ, അത് അത്യാവശ്യം എരിവുണ്ടായിരുന്നു. വീട്ടിൽ ഒരു ഇത്തിരി മസാലക്കറി വെച്ചാൽ പോലും കഴിക്കാത്ത അവൻ ആ കാടമുട്ട ഒരു 3-4 മസാല ഉള്ളത് കഴിച്ചെന്ന്. അതിന് എരിവാണ്. അത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എരിവാണ്. പക്ഷെ എന്നാലും ഞാൻ കരുതി ഒരെണ്ണം കഴിച്ചിട്ട് കഴിപ്പ് നിർത്തുന്ന കരുതി. പക്ഷേ അവൻ 2-3 കഴിച്ചു ആ എരിവോടുകൂടി. കാരണം ചിലപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒരു ഇത് കൊണ്ടിട്ടായിരിക്കാം. പിന്നെ എരിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. 2 പ്രാവശ്യം ആ ചായ മാറി കുടിച്ചു. അതേപോലെ തന്നെ വേഗം കുടിച്ചു. അതുപോലെ തന്നെ 2-3 പഴംപൊരി. ഞാൻ പഴംപൊരിയാണ് മേടിച്ചത്. കഴിച്ചു. എനിക്ക് എരിഞ്ഞിട്ട് പാടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ദൈവം ഈ കൊച്ചെങ്ങനെ കഴിച്ചെന്നാവുന്നതേ അവൻ കഴിക്കണണ്ട എനിക്ക് തന്നു കേട്ടോ. അവൻ കഴിച്ചു. അവൻ അല്ലെങ്കിൽ ഞാൻ പറയില്ലേ, എന്തെങ്കിലും കറിയൊക്കെ പലഹാരം ഉണ്ടാക്കി തന്നെ അവന് ഇത് മതി കണ്ട മസാലയൊക്കെ തേച്ച് വെച്ചിട്ടാണ് കഴിക്കണത്. പക്ഷെ എന്നാലും അവൻ കഴിച്ചു. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി, സന്തോഷമായി. കാരണം എരിവ് ഇത്തിരിയൊക്കെ ചെല്ലണം നല്ലതാണ്. നാവൊക്കെ നന്നായിട്ട് സംസാരിക്കും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എരിവുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ കഴിച്ചു. അവിടെ ബില്ലൊക്കെ കൊടുത്തതാ പയ്യെ നമ്മൾ നടന്ന് നമ്മൾ വീണ്ടും എറണാകുളത്തേക്ക് പോകണം. അപ്പോൾ അവനൊരു പഴംപൊരി വേണമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ സംസാരമാണ് നടക്കുന്നത്. അപ്പം അന്നമോള് വേറെന്തോ പറഞ്ഞു, ഉന്നക്കായോ കലത്തപ്പോ. പക്ഷെ അവളൊന്നും കഴിക്കില്ല. കാരണം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അവളെ പിണങ്ങുകയാണ്. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് വഴക്ക് പറയുകയാണ്. അപ്പം ഞങ്ങളിത് കല്യാൺ സിൽക്സിൽ വന്നു. പക്ഷേ സത്യം പറയട്ടെ, എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനവും കിട്ടിയില്ല. ഇഷ്ടപ്പെട്ടതിനൊക്കെ ഭയങ്കര വിലയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പാകമായതൊന്നും തൃപ്തിക്ക് കിട്ടിയില്ല. പക്ഷെ എനിക്ക് അവിടെ നമ്മൾക്ക് ഒരു സ്കേർട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിന് ഭയങ്കര ലെങ്ത് ആയതുകൊണ്ട് കൊച്ച് നടക്കുമ്പോൾ തട്ടി വീഴും. അവിടെ ഇങ്ങനെ അതിമനോഹരമായിട്ട് ഗണപതിയുടെ പടമൊക്കെ വെച്ചിട്ട് പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓണത്തിൻ്റെ അത്തക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളതൊക്കെ നോക്കിയിരുന്നു. ജോക്കുട്ടന് ഒരു കസവ് മുണ്ട് മാത്രമേ ഇവിടെ നിന്ന് മേടിച്ചുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ വേറൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. എനിക്ക് ഒന്നും തൃപ്തിയായില്ല. കാരണം അവിടെ ഉള്ളതെല്ലാം കൂടുതലും ഫുൾ കൈ ആണ്. ഇവന്റെ സൈസിന് ഒപ്പിച്ച് ഹാഫ് കൈ ആയിട്ടുള്ള ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഉള്ളത് ഇവന് പറ്റുന്നില്ല. അപ്പം അതാ അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഈ ഫ്ലോറൽ പ്രിന്റിങ്ങിന്റെ ലോങ് സ്കേർട്ടാണ്, പട്ടുപാവാടയാണ് എനിക്കിഷ്ടപ്പെട്ടത്. പക്ഷെ പട്ടുപാവാടയല്ല, നമ്മുടെ ഒരു ടിഷ്യൂവിൻ്റെ ഒരു സ്കേർട്ട്. പക്ഷെ അവക്കത് നടക്കുമ്പോൾ കാല് പുറകിൽ തട്ടണമെന്ന്. അപ്പം അതുകൊണ്ട് പിന്നെ അത് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ ഷോപ്പിൽ പോയി നോക്കി. തുണി എടുത്തിട്ടുണ്ട്, തയ്പ്പിച്ചിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഒരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പം നമ്മളിതാ അങ്ങനെ നടത്തിച്ച് നോക്കിയപ്പോൾ ഇല്ല അമ്മ തട്ടണുണ്ട്, പറ്റണില്ല നടക്കാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഊരി അവിടെ വെച്ചു. സത്യം പറഞ്ഞാൽ 1-1.5 മണിക്കൂർ കല്യാൺ സിൽക്സിൽ കിടന്ന് കറങ്ങിയിട്ട് പറ്റിയതൊന്നും എനിക്ക് മനസ്സിന് അവിടെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എനിക്ക് പറ്റിയത് മനസ്സിന് തൃപ്തിയായതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ എനിക്കൊരു ടോപ്പ് എടുക്കാമെന്ന് കരുതി വെച്ചൊക്കെ നോക്കി. എന്തായാലും പോയതല്ലേ, ഒരു ടോപ്പ് എടുത്തേക്കാന്ന് കരുതി വെച്ച് നോക്കി. പക്ഷെ ഒന്നും തൃപ്തിയായില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ ദാ അമ്മയുടെ പോലത്തെ ചുരിദാറിട്ടൊരു ചേച്ചി, അമ്മയുടെ ചേച്ചിയാണ്, നമുക്ക് ഈ വീട്ടിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വലിയ ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോടാ എന്നൊക്കെ പറഞ്ഞ് അവനെ ഞാൻ കളിയാക്കി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കല്യാൺ സിൽക്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ബ്രോഡ്വേയിലുള്ള ഭഗവതി ടെക്സ്റ്റൈൽസിലാണ്. അവിടെ അത്യാവശ്യം കളക്ഷൻ ഉണ്ടായിരുന്നു കണ്ടോ. എനിക്ക് തോന്നുന്നു 4 മണിയൊക്കെ ആയപ്പോഴേ ഏകദേശം അവിടെ എത്തിയതാണ്. പക്ഷെ ഇറങ്ങിയപ്പോൾ ഈ ഒരു ഇരുട്ടും കുത്തിയിട്ടുള്ള സമയമായി. പിന്നെ ഭഗവതി ടെക്സ്റ്റൈൽസിൽ ചെന്നതും വെറും 1/2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും നോക്കി. എനിക്കെടുത്തില്ല, അന്നമോൾക്കും ജോക്കൂട്ടനും ഏട്ടനും ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പോകുന്നു. അപ്പോൾ അത് ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഓടിക്കളിക്കും. കണ്ടോ, അവരെ ഞാൻ തുണിയുടെ ഇടയിൽ നിന്നാണ് വലിച്ചെടുക്കണേ. ഒളിച്ചും പാതും കളിക്കുക ഇതിൻ്റെ ഇടയിൽ ഇടുന്നുണ്ട്. നമുക്ക് മിസ്സായി ഇത്ര തിരക്കല്ല. അപ്പോൾ എപ്പോഴും ഇവന് ഇങ്ങനെ പിടിച്ച് നിൽക്കാനും പറ്റുമോ. അപ്പം എന്നാലും എൻ്റെ കയ്യെത്തും ഭാഗത്തും ഉണ്ടാവും കേട്ടോ. അപ്പോൾ തന്നെ മോൾക്ക് ആ ഒരു ടോപ്പാണ് ഇഷ്ടപ്പെട്ടത്. ജോക്കൂട്ടിന് എന്താ ഇങ്ങനത്തെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്. 2 പേർക്കും ഈ 2 ജോഡി ഡ്രസ്സ് വെച്ച് എടുത്തിട്ടുണ്ട്. മനുവേട്ടനും അതുപോലെ ഇതാ ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ സെറ്റും കൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഞങ്ങൾ മനസ്സ് നിറഞ്ഞ് ഭഗവതിയിൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് പോന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഇതെനിക്കെന്തോ അതിൻ്റെ സൈഡ് വശത്ത്
ഒരു കറ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കപ്പോൾ സങ്കടം തോന്നി, കാരണം ആശിച്ചിട്ട് കിട്ടുമ്പോൾ ഒരു സൈഡിൽ കറയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെ മേടിച്ചിട്ട് പോകും. 1000 എന്തോ സംതിങ് ആണ് ടോപ്പിന്റെ വില. അപ്പം ഞാൻ ഇത് എടുക്കാന്നുള്ള അർത്ഥത്തിലാണ് തോളത്തെടുത്തിട്ടത്. ദേ ഒരുത്തം പിടിച്ച് വലിക്കണം. ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്. എനിക്ക് തോന്നി എന്തോ പുറകിലൊരു ബലം പോലെ, പക്ഷെ ഇവ വലിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ അങ്ങനെ പിള്ളേരൊക്കെ, നമ്മുടെ മക്കൾ മാത്രമല്ല എല്ലാ മക്കളും അവിടെ കിടന്ന് ഓടിക്കളിക്കാനാട്ടോ, കാരണം അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടേക്കുവാണല്ലോ, തിരക്കുണ്ട് അത്യാവശ്യം. അപ്പം ഞാൻ അതിൽ അപ്പോഴും ഞാൻ കറ കണ്ടില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കുമല്ലോ നമ്മൾ, അപ്പോഴാണ് അതിൻ്റെ ആ ഷോൾഡറിൻ്റെ വശത്ത് ഒരു കറ പോലെ ഇങ്ങനെ കണ്ടത്. അപ്പം ഞാൻ അത് മാറ്റിയിട്ട് പിന്നെ ഞങ്ങൾ അത് മേടിച്ചില്ല, വേറൊരു ദിവസം ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. കാരണം അത്ര ഇരുട്ടായി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇറങ്ങാണ്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ അധികം സാധനങ്ങൾ അങ്ങനെ ഒത്തിരി ഡ്രസ്സൊന്നും മേടിച്ച് അങ്ങനെ കൂട്ടാറില്ല. അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒന്ന് വീഡിയോ കണ്ട് ഒന്ന് ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം പോരാ, ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി കൊടുക്കണം. അപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് കൊടുത്തേക്കൂ കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. പിന്നെ അതേപോലെ എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ട്, നമുക്ക് ഓണം ആകുമ്പോഴത്തേനും ഒരു 35K എങ്കിലും അടിക്കണമെന്നൊരാഗ്രഹമുണ്ട്. പറ്റോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നടക്കും. അപ്പോൾ ഒന്ന് പരിശ്രമിച്ചോളൂ കേട്ടോ.